ക്ലാസ് അവസാനിക്കാൻ തുടങ്ങിയപ്പോൾ സാർ പുസ്തകം അടച്ചു. ഇന്നത്തേക്ക് ഇത്ര മതി എന്ന് പറഞ്ഞു. സർ ക്ലാസ് മുഴുവൻ ഒന്ന് നോക്കി. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരാം. അത്ര പറഞ്ഞു സർ പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. വാതിലിൻ്റെ അടുത്തെത്തുമ്പോൾ സർ വീണ്ടും പറഞ്ഞു, ക്ലാസ് മനസ്സിലാകാത്തവർ ഇത് വിട്ടേക്കരുത്. പിന്നെ സർ പുറത്തേക്ക് പോയി. ക്ലാസ് മുറി പതുക്കെ ശബ്ദം കൊണ്ട് നിറഞ്ഞു. എന്നാൽ ആ വാക്കുകൾ എൻ്റെ മനസ്സിൽ തന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ വരണം. പിറ്റേ ദിവസം ക്ലാസ് പകുതിയായപ്പോൾ സാറിനെ പ്യൂൺ വിളിച്ചു. മേശയുടെ മുകളിൽ വെച്ചിരുന്ന ടെക്സ്റ്റ് ബുക്ക് അവിടെ തന്നെയായി. സാർ പിന്നെ ക്ലാസ്സിലേക്ക് തിരികെ വന്നില്ല. ആ പുസ്തകം തിരികെ ഏൽപ്പിക്കാനുള്ള ചുമതല ഒടുവിൽ എൻ്റേതായി മാറി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് ബുക്ക് കൊടുക്കാൻ ഓഫീസിൻ്റെ അടുത്തെത്തിയപ്പോൾ അകത്ത് സാർ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം ഞാൻ നിന്നു. കയ്യിലുണ്ടായിരുന്ന ടെക്സ്റ്റ് ബുക്ക് മുറുക്കെ പിടിച്ചു. ഇപ്പോൾ കൊടുക്കണ്ട, കുറച്ചു കഴിഞ്ഞ് വരാം എന്ന് മനസ്സിൽ കരുതി ഞാൻ പതുക്കെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അമൃത. ഞാൻ നിന്നു. തിരിഞ്ഞു നോക്കി. ഇവിടെ വാ, സാർ പറഞ്ഞു. ഞാൻ അടുത്തേക്ക് ചെന്നു. പുസ്തകം നീട്ടി. സർ, ടെക്സ്റ്റ് ബുക്ക്. സർ അത് വാങ്ങി. ശരി എന്ന് പറഞ്ഞു വീണ്ടും ഭക്ഷണത്തിലേക്ക് തിരിഞ്ഞു. ഞാൻ അവിടെ നിന്ന് മടങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് അമ്മോ വളരെ പതുക്കെ വിളിച്ചതാ. അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ മാത്രം കേട്ടതാ എന്നുപോലും എനിക്ക് ഉറപ്പില്ല. സാറാണോ വിളിച്ചത്, അല്ലെങ്കിൽ എൻ്റെ തോന്നലോ? ഒരു നിമിഷം ഞാൻ തിരിഞ്ഞു. ഹൃദയം ഒന്ന് വേഗത്തിൽ മിടിഞ്ഞു. തിരിഞ്ഞു നോക്കണോ വേണ്ടയോ എന്ന് ആശങ്ക. എങ്കിലും ഞാൻ തിരിഞ്ഞു നോക്കി. തോന്നിയതാവാം എന്ന് നിന്നു. സാർ എന്നെ നോക്കി. ഭക്ഷണം കഴിച്ചോ എന്ന് സാർ ചോദിച്ചു. ഞാൻ പതുക്കെ പറഞ്ഞു. അത്രമാത്രം. പക്ഷേ ആ ദിവസമൊക്കെയും ഒരു സംശയം എന്നെ വിട്ടുപോയില്ല. അന്ന് അമ്മു എന്ന് വിളിച്ചത് സാറ് തന്നെയാണോ? ഞാൻ അവിടെ നിന്ന് മടങ്ങി. പരീക്ഷ അടുത്തെത്തുകൊണ്ട് സ്പെഷ്യൽ ക്ലാസ്സുകൾ തുടങ്ങി. അതിനാൽ ഞാൻ ഹോസ്റ്റലിലേക്ക് മാറി. പകലുകൾ ക്ലാസ്സിലും രാത്രികൾ പുസ്തകങ്ങളിലുമായിരുന്നു. സമയം മുഴുവൻ പരീക്ഷ തയ്യാറെടുപ്പിലും. കൂടെ അവനെ ഒരു നോട്ടവും. രാവിലെ തന്നെ ഒരു ആവേശത്തോടെ ഞാൻ സ്കൂളിലേക്ക് വന്നു. ആദ്യമേ കണ്ണുകൾ തിരിഞ്ഞത് സാറിൻ്റെ കാറിനെയാണ്. പക്ഷേ കാറില്ല. മനസ്സ് ഒന്ന് വിറച്ചു. ഓഫീസിലേക്ക് ഓടി. അവിടെയും സാറില്ല. ഓഫീസിലും ഇല്ലെന്നറിഞ്ഞപ്പോൾ എന്തോ തെറ്റാണെന്ന ഭയം നെഞ്ചിൽ പടർന്നു. എല്ലാവരോടും അന്വേഷിച്ചു. അവർ പറഞ്ഞു, സർ കല്യാണ ആലോചനയ്ക്ക് പോയതാണ്. ആ വാക്ക് കേട്ട നിമിഷം ആ സമയം നിശ്ചലമായി. ക്ലാസ്സിലിരുന്ന ഓരോ നിമിഷം ഒരു വർഷം പോലെ നീണ്ടു. ഘടിയാരത്തിലേക്ക് സൂചി മുന്നോട്ട് നീങ്ങുന്നില്ലെന്ന് തോന്നി. 3:30 ആയാൽ ഞാൻ കാത്തിരുന്നു. ഓരോ സെക്കൻഡും ഹൃദയത്തെ കുത്തിക്കീറി. അവസാനം 3:30 ബെല്ലടിച്ചു. മൗനത്തോടെ ഹോസ്റ്റലിലേക്ക് നടന്നു. വാതിലടച്ചു ലോക്കിട്ടു. അപ്പോൾ തന്നെയാണ് മനസ്സിൽ അടിച്ചമർത്തിരുന്ന എല്ലാ വിഷമങ്ങളും കണ്ണീരായി പൊട്ടിത്തെറിച്ചത്. പറയാൻ കഴിയാത്ത വാക്കുകൾ, പറയാതെ പോയ വികാരങ്ങൾ, തിരിച്ചു വരുമെന്ന പ്രതീക്ഷ, എല്ലാം ചേർന്ന് നെഞ്ചു നിറഞ്ഞു. അന്ന് ഞാൻ മനസ്സിലാക്കി, ചില കാത്തിരിപ്പുകൾ അവസാനം കണ്ണീരായിരിക്കും. വിഷമത്തോടെ അന്ന് കിടക്കുമ്പോൾ അച്ഛൻ്റെ ഫോൺ വന്നു. നിനക്ക് കല്യാണ ആലോചന വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അച്ഛ. ഹൃദയം ചുരുങ്ങി. വിഷമമുണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ്റെ സന്തോഷത്തിന് എതിരെ പറയാൻ മനസ്സായില്ല. മിണ്ടാതെ ഇരുന്നു. പിറ്റേ ദിവസം സാറിൻ്റെ കാറ് നോക്കാൻ പോലും മനസ്സിലായിരുന്നു. അവൻ ഇനി എൻ്റേതല്ല എന്നൊരു തോന്നൽ മനസ്സിൽ നിറഞ്ഞു. തല താഴ്ത്തി കണ്ണുകൾ മറച്ച് ഒന്നും നോക്കാതെ ക്ലാസ്സിലേക്ക് നടന്നു. ഞാൻ ക്ലാസ് മുറിയിൽ പോയിരുന്നു. ഇന്നും ക്ലാസ് നിറഞ്ഞിരുന്നു. ബെഞ്ചുകൾ എല്ലാം പൂരിപ്പിച്ച ശബ്ദങ്ങൾ, പുസ്തകങ്ങളുടെ ശബ്ദം, പെൺകുട്ടികളുടെ പതിഞ്ഞ ചിരി. എന്നിട്ടും എനിക്ക് മാത്രം ഒറ്റപ്പെടലായിരുന്നു. അപ്പോഴാണ് വാതിൽ തുറന്ന് സർ ക്ലാസ്സിലേക്ക് വന്നത്. എല്ലാവരും ഒരുമിച്ച് എഴുന്നേറ്റു. ഗുഡ് മോർണിംഗ് സാർ. ഞാനും എഴുന്നേറ്റു. പക്ഷേ സാറിൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. കണ്ണുകൾ താഴെയായിരുന്നു. ഇരിക്കൂ, സാർ പറഞ്ഞു. എല്ലാവരും ഇരുന്നപ്പോൾ ക്ലാസ് വീണ്ടും ശാന്തമായി. സർ ഡെസ്കിന് മുന്നിൽ നിന്നു. ക്ലാസ് മുഴുവനും ഒന്ന് നോക്കി.
എൻ്റെ ഭാഗത്തേക്ക് കണ്ണുകൾ വന്നപ്പോൾ പോലും ഞാൻ തല ഉയർത്തിയില്ല. നോട്ട് ബുക്ക് തുറന്ന് എഴുതുന്നതുപോലെ നടിച്ചു. പേനയുടെ ആഗ്രം പേപ്പറിൽ തോട്ടിയിരുന്നു. എന്നാൽ മനസ്സ് എവിടെയോ. സാർ പാഠം തുടങ്ങുമ്പോൾ ക്ലാസ് ശ്രദ്ധയോടെ കേട്ടു. എന്നാൽ എൻ്റെ ചെവിയിൽ വാക്കുകൾ എത്തുന്നുണ്ടായിരുന്നില്ല. മുഖത്തേക്ക് നോക്കാൻ കഴിയാത്ത ഞാൻ മുഴുവൻ സമയം കണ്ണുകൾ താഴെയാക്കിയിരുന്നു. സാർ ക്ലാസ് ആരംഭിച്ചു. ബ്ലാക്ക് ബോർഡിൽ എഴുതുന്ന ശബ്ദം, പുസ്തകങ്ങൾ തുറക്കുന്ന ശബ്ദം. ക്ലാസ് പതിവ് വഴിയിലേക്ക് നീങ്ങുകയായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വാതിലിനരികിൽ നിന്ന് ഒരു പതിഞ്ഞ ശബ്ദം. സാർ. പ്യൂൺ അകത്ത് വന്നു. കയ്യിൽ ഒരു പേപ്പർ. അത് ലീവ് മെനു ആണ് സർ, അയാൾ പറഞ്ഞു. സാർ എഴുത്തു നിർത്തി. പേപ്പർ കയ്യിലെടുത്തു. കുറച്ചു നിമിഷം വായിച്ചു. ക്ലാസ് മുഴുവൻ മൗനം. എല്ലാവരും ആ മുഖത്തേക്ക് നോക്കി. ഞാൻ മാത്രം തല ഉയർത്തിയില്ല. സാർ പേപ്പർ മടക്കി പറഞ്ഞു, ഇത് ലീവ് ആയതാ. ഒരു നിമിഷം നിശബ്ദത. പിന്നെ സാർ തുടർന്നു. ലീവ് കഴിഞ്ഞ ഉടനെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാകും. ആരും അത് മിസ് ചെയ്യരുത്. ക്ലാസ്സിൽ ചെറിയ ചലനം. ചിലർ തമ്മിൽ നോക്കി. ചിലർ തലകുലുക്കി. സാർ പുസ്തകം അടച്ചു. ബോർഡിന് മുന്നിൽ നിന്ന് പിന്നിലേക്ക് മാറി. ഇന്നത്തെ ക്ലാസ് ഇത്രയുള്ളൂ. പതിഞ്ഞ ശബ്ദം. അത്ര പറഞ്ഞു. സാർ ക്ലാസ്സിൽ നിന്നിറങ്ങി. പ്യൂണും പിന്നാലെ പോയി. വാതിൽ അടഞ്ഞപ്പോൾ ക്ലാസ് വീണ്ടും ശബ്ദം കൂടി. ക്ലാസ് കഴിഞ്ഞ് ഞാൻ നേരെ ഹോസ്റ്റലിലേക്ക് എത്തി. എല്ലാവർക്കും ലീവ് ആയതുകൊണ്ട് ഹോസ്റ്റൽ മുഴുവനും വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ബാഗുകൾ തുറന്നു, വസ്ത്രങ്ങൾ മടക്കി. ചിരിയും വിളിച്ചും പറച്ചിലും മുറികളിൽ. ഞാനും എൻ്റെ മുറിയിലേക്ക് കയറി. വീട്ടിലേക്ക് പോകാൻ വായിക്കാനുള്ള പുസ്തകങ്ങൾ മാത്രം എടുത്തു. ബാക്കിയെല്ലാം അവിടെ വെച്ചു. ഹോസ്റ്റലിൻ്റെ വാതിലുകൾ അടക്കുമ്പോൾ ഒന്ന് പിന്നോട്ട് നോക്കി. ലീവ് ആയതുകൊണ്ട് ശൂന്യമായി പോകുന്ന ഹോസ്റ്റൽ. അന്നത്തെ ക്ലാസ്സും സാറിൻ്റെ വാക്കുകളും മനസ്സിനുള്ളിൽ തന്നെയുണ്ടായിരുന്നു. പിന്നെ ഹോസ്റ്റലിൽ നിന്നിറങ്ങി വീട്ടിലേക്കുള്ള വഴിയിലേക്ക് ഞാൻ നീങ്ങി. കോളേജിലേക്ക് എത്താൻ 2 മണിക്കൂർ നടക്കേണ്ടി വന്നു. കോളേജിൽ നടക്കുന്ന ആദ്യ ദിവസങ്ങളിൽ ബസ്സില്ല. നടക്കലായിരുന്നു എൻ്റെ യാത്ര. നടക്കുമ്പോൾ വഴിയിൽ ഫ്രണ്ട്സിനെ കണ്ടു. ദൂരെ നിന്ന് ചിരി തുടങ്ങി. അടുത്തെത്തിയപ്പോൾ എന്നെ അന്വേഷിച്ചു വന്ന ആ ചെറുക്കനെക്കുറിച്ച് ഒരാൾ പറഞ്ഞു തുടങ്ങി. മറ്റുള്ളവർ ചിരിയോടെ പൂക്കി. ഞാനൊന്നും പറഞ്ഞില്ല. നടക്കാൻ തുടർന്നു. മുഖത്ത് മൗനം, മനസ്സിൽ ചെറിയൊരു കുലുക്കം. കഥ തുടരും. അധികം വലിച്ചു കീറുന്നില്ല. ഷോർട്ടായിട്ടാണ് വീഡിയോസ് ഇടുന്നത്. ഇപ്പോൾ കഥ എന്താണെന്ന് ഒരു ചെറിയ രൂപം നിങ്ങൾക്ക് മനസ്സിലായി കാണും. കഥ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.